ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം. ഇതിൽ നിന്ന് 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വന്നു എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി എത്ര? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാമാണ്. നമുക്ക് കാണേണ്ടത് ഇപ്പോഴത്തെ ശരാശരിയാണ് കാണേണ്ടത്. 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? 5 പേരുടെ ടോട്ടൽ ഭാരം കിട്ടില്ല, അതായത് ആകെ തൂക്കം നമുക്ക് കിട്ടും. 5 × 45 എന്തായിരിക്കും? 5 പേരുടെ ആകെ ഭാരമായിരിക്കും. 5 × 45 ചെയ്യുമ്പോൾ 5 × 25, ബാക്കി 2, 4 20, 2 22, 225 ആകെ ഭാരം. ഈ 5 പേരുടെ ആകെ ഭാരം 225 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് തന്നിരിക്കുന്നത് 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയിട്ട് പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയിട്ട് 40 ഉള്ള ആളാണ് വന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? 10 കിലോഗ്രാം കുറയാണ് ചെയ്തത്, അല്ലേ? ആകെ ഭാരത്തിൽ നിന്ന് 10 കിലോഗ്രാം കുറയാണ് ചെയ്തത്, 40 വന്നുള്ളൂ. അപ്പോൾ ആകെ ഭാരത്തിൽ എന്ത് സംഭവിച്ചു? 225 ആകെ ഭാരം, അതിൽ നിന്നും 10 കിലോഗ്രാം കുറയുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ 225 നിന്നും 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 215 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഉള്ള ആകെ തൂക്കം എന്ന് പറയുന്നത് 215 കിലോഗ്രാം ആണ്. നമുക്ക് കണ്ടത് ഇപ്പോഴത്തെ ശരാശരി ഭാരമാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ശരാശരി ഫോർമുല നമുക്കറിയാം. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്, അല്ലേ? അപ്പോൾ ആകെ തുക നമുക്കിപ്പോൾ 215 എന്ന് കിട്ടിയിട്ടുണ്ട്. ആകെ തുക 215 ഡിവൈഡഡ് ബൈ ആകെ എണ്ണം എത്രയാണ്? 5 പേരുടെ കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? ആകെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 21 4 20, നെക്സ്റ്റ് 15 3 43 കിലോഗ്രാമാണ് ശരാശരി ഭാരം അഥവാ ആവറേജ് ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12% പകുതിയുടെ ദശാംശ രൂപം എത്ര? 12% നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 12% അതിൻ്റെ പകുതിയുടെ ദശാംശ രൂപം നമുക്ക് കാണണം. അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. 12% തന്നിരിക്കുന്നത്, അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 12 ഒന്നില്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 × 2 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 24 1 25/2 അങ്ങനെ കണ്ടിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. 12 എന്ന് പറയുന്നതിൻ്റെ പകുതി എത്രയാണ്? 6.25 അല്ലേ? 12ൻ്റെ പകുതി 6 6യുടെ പകുതി 4. അപ്പോൾ 12യുടെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് നമുക്ക് പകുതിയല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6.25 ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത്, അല്ലേ? 6.25% അതേപോലെ എടുത്തെഴുതി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? അതിൻ്റെ ദശാംശ രൂപമാണ് കാണേണ്ടത്. അതായത് ഈ 6.25ൻ്റെ ദശാംശ രൂപം കാണണം, അല്ലേ? അത് കാണാനായിട്ട് നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 4 24 + 1 ഡിവൈഡഡ് ബൈ 4% ഇസ് ഈക്വൽ ടു 24 1 25 ഡിവൈഡഡ് ബൈ 4%. നമുക്ക് ദശാംശ രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. പക്ഷേ ഇവിടെ ശതമാനം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം x% എന്ന് പറയുന്നത് എത്രയാണ്? x/100, അതായത് 100 ബേസ്. ശതമാനം എന്ന് പറയുമ്പോൾ 100 ബേസ്. 100ൽ ഇത്ര എന്ന് പറയുന്നതാണല്ലോ. ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ 100 വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/4% എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് അതിനെ എങ്ങനെ എഴുതാം? 25/4 ഡിവൈഡഡ് ബൈ 100, അല്ലേ? ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ ഈ 100 മുകളിലോട്ട് പോകുമ്പോൾ എന്താ? 100/1 നിൽക്കുന്നത്. അപ്പോൾ നേരെ മുകളിലോട്ട് പോകുമ്പോൾ 1/100 എന്ന് കിട്ടും.
1/100 എന്ന് പറയുമ്പോൾ താഴെ ഒരു 4 ഉണ്ടല്ലോ, ആ 4 കൊണ്ട് 100നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400. അപ്പോൾ നമുക്ക് 25/400 എന്ന് കിട്ടും. നമുക്ക് ദശാംശ രൂപം ആണ് കാണേണ്ടത്, അപ്പോൾ അതിലേക്ക് നമുക്ക് മാറ്റണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 25/400 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതാം. 25/400 കിട്ടി. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5ൽ 5 തവണ 5ൽ 5 40 0 5 ഒരു തവണ ബാക്കി 3 ഉണ്ട് 6 ഇസ് ഈക്വൽ ടു 1/16 എന്ന് കിട്ടും. അപ്പോഴും ദശാംശ രൂപം ആയിട്ടില്ല, അപ്പോൾ നമുക്കതിലേക്ക് മാറ്റണം. അപ്പോൾ 1/16 എന്ന് പറയുന്നത് ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1/16 ആണ് അല്ലേ. 1/16 നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇസ് ഈക്വൽ ടു 1/16 നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. 1/16 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 16 1ൽ പോവില്ല, സോ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു 0 ഇട്ട് കൊടുത്തു. 10ൽ 16 പോയില്ല, അപ്പോൾ നമ്മൾ പോകാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഒരു 0 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 16 100ൽ 16 എത്ര തവണ പോവും? 6 തവണ പോവും. 6 × 16 എന്ന് പറയുന്നത് 6 36, ബാക്കി 3 6 3 9 96. ബാലൻസ് എത്ര വരും? 4 അല്ലേ. ഇനി ഒരു 0 ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് 40ൽ 16 എത്ര തവണ പോവും? 2 തവണ പോവും. 16 × 2 32 അല്ലേ. ബാലൻസ് എത്ര വരും? 8 വരും. നെക്സ്റ്റ് നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. 80ൽ 16 എന്ന് പറയുന്നത് 5 തവണ പോവും. 5 × 16 എന്ന് പറയുന്നത് 80 ആണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും റിമൈൻഡർ. അപ്പോൾ 0.0625 0.0625 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 48 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? 48 km/h ആണ് തന്നിരിക്കുന്നത്. ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്രയാവും? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ്, ദൂരമാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നറിയാം. നമുക്ക് കാണേണ്ടത് ദൂരമാണ്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദൂരം എന്ന് പറയുന്നത് വേഗം ഇൻറ്റു സമയമാണ് അല്ലേ. വേഗം ഇൻറ്റു സമയം അല്ലേ. ഇനി ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. തന്നിരിക്കുന്ന ഓപ്ഷനൊക്കെ കിലോമീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് 18/5 കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കിലോമീറ്ററിലാണ്. സോ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേഗം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 48 km/h എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 48 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 മണിക്കൂറാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 5 ഇസ് ഈക്വൽ ടു 48 × 5 നമുക്ക് കാണണം. 5 40, ബാക്കി 4 14 20 4 24 240 കിലോമീറ്റർ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. 240 കിലോമീറ്റർ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. 1/2 + 3/16 + 5/64 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഭിന്നസംഖ്യകളാണ് അല്ലേ. 1/2, 3/16 പ്ലസ് 5/64. അപ്പോൾ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എൽസിയം കണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വരുമ്പോൾ നമുക്ക് ടൈം പോകും. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കാണുന്നത്? ഭിന്നസംഖ്യകളാണോ നമ്മൾ എന്താണ് കാണുന്നത്? എൽസിയം ആയിരിക്കും കാണുക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എൽസിയം കാണാം. 2, 16, 64 താഴെ കിടക്കുന്നവയുടെ എൽസിയം നമ്മൾ കാണാൻ പോവുകയാണ്. 2, 16, 64.
2ൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. 2ൽ 2 ഒരു തവണ പോവും. 16ൽ 2 8 തവണ പോവും. 64ൽ 2 3 2 32 തവണ പോവും. നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കോമൺ ആയിട്ട് ഇനി 8ൽ പോവുമല്ലോ. 8ൽ 1 അതേപോലെ എടുത്തെഴുതി. 8ൽ ഒരു തവണ പോവും. 4 32 4 തവണ പോവും അല്ലേ. ഇനി ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2 × 8 × 4 2 × 8 × 4 2 16 × 4 16 × 4 കാണുമ്പോൾ 6 4 24 ബാക്കി 2 ഒരു 4 4ഉം 2ഉം 6 64 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? LCM എന്ന് പറയുന്നത് 64 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എടുത്തെഴുതാം? 64 നമ്മൾ LCM എടുത്തു. മുകളിൽ എന്തൊക്കെയുണ്ട്? 64 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഓരോന്നിൻ്റെയും 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64ൽ 2 എത്ര തവണ പോവും? 32 തവണ പോവും. അപ്പോൾ മുകളിൽ 32 വന്നു. പ്ലസ് മുകളിൽ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 16 64ൽ എത്ര തവണ പോവും? 4 തവണ പോവും അല്ലേ. അപ്പോൾ 4 കിട്ടും. ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട്. 3 × 4 12 മുകളിൽ വരും. നെക്സ്റ്റ് 64 × മുകളിൽ 64 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ക്യാൻസൽ ചെയ്യും. 5 കിട്ടും. ഇനി ഒന്നുമില്ല, ഈ മുകളിലത്തെ സംഖ്യകളങ്ങ് ആഡ് ചെയ്താൽ മതിയല്ലോ. 32 12 5 ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യണം. എല്ലാം കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5ഉം 2ഉം 7ഉം 2ഉം 9 3 3 4 49/64 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 49/64 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ബാലൻസ് എത്രയുണ്ട്? 450 ആപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിറ്റതിന് ശേഷം 450 ആപ്പിളാണ് ഉള്ളത്. ആ 450 ആപ്പിൾ എന്ന് പറയുന്നത് അയാൾക്ക് ടോട്ടൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതി ആപ്പിളാണ് ഈ 450 എന്ന് പറയുന്നത്. പകുതി 450 ആണെങ്കിൽ മുഴുവൻ എത്രയായിരിക്കും? 450നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 450 അല്ലേ. 450നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതായത് പകുതി എന്ന് പറയുന്നത് 450 ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ മുഴുവൻ എന്ന് പറയുന്നത്. അപ്പോൾ 450 × 2 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 900 ആണ് അല്ലേ. 900. അപ്പോൾ ഈ 900 എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ആപ്പിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടി. അപ്പോൾ നമുക്ക് 100 കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ 3 മടങ്ങാണ് കാണേണ്ടത്. നമുക്ക് ആ സംഖ്യ അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? ആ സംഖ്യ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്നെടുത്ത സംഖ്യേനെ. ആ സംഖ്യയുടെ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ആ സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 × x. മടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x പ്ലസ്, കാരണം ഇവിടെ കൂട്ടുവാണ്. 4 മടങ്ങും 6 മടങ്ങും കൂട്ടുകയാണ്. 6 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6x. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയപ്പോൾ 100 കിട്ടി =100. അപ്പോൾ ഇതിൽ നിന്ന് ആ സംഖ്യ കണ്ടുപിടിച്ചൂടെ? 4xഉം 6xഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 6ഉം 4ഉം 10 10x. 10x എന്ന് പറയുന്നത് 100 എന്ന് കിട്ടി. ഇതിൽ നിന്നും x എന്ന് പറയുന്നത് 100/10 100/10. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന ആൻസർ കിട്ടും. അതായത് എക്സിൻ്റെ വില നമുക്ക് 10 എന്ന് കിട്ടി. നമുക്ക് കണ്ടത് സംഖ്യയുടെ 3 മടങ്ങാണ് കണ്ടത്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. 10ൻ്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ്? 10 × 3 മൾട്ടിപ്ലൈ ചെയ്യാതുകൊണ്ട് അല്ലേ. 10 × 3 എന്ന് പറയുന്നത് 30 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 25 × 10⁻³ ആണ് തന്നിരിക്കുന്നത്. 10³ നമുക്കറിയാം. ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും?
ആ സംഖ്യേനെ 2 തവണ ഗുണിച്ചതായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു സംഖ്യയുടെ വർഗ്ഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംഖ്യയെ 2 തവണ ഗുണിക്കുന്നതാണ് അതിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 എന്ന് പറയുന്നത് എന്താണ്, 5 × 5 ആണ് 25 അല്ലേ. പക്ഷെ ഇവിടെ 10³ എന്നാണ് തന്നിരിക്കുന്നത്. 10 അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പോൾ 10ൻ്റെ പവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ പവർ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റസംഖ്യ ആണെങ്കിൽ വർഗ്ഗമായിരിക്കില്ല, ഇരട്ടസംഖ്യ ആണെങ്കിൽ അത് വർഗ്ഗമായിരിക്കും. ഇവിടെ 10³ ആണ് തന്നിരിക്കുന്നത്. അതായത് 10ൻ്റെ ഗുണിതങ്ങളിൽ ഒറ്റസംഖ്യ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, വർഗ്ഗമല്ല. ഇവിടെ 10 തന്നതുകൊണ്ട് കേട്ടോ. പവറിൽ വരുന്നത് ഒറ്റസംഖ്യ ആണെങ്കിൽ അത് വർഗ്ഗമായിരിക്കില്ലേ, ഇരട്ടസംഖ്യ ആണെങ്കിൽ വർഗ്ഗമായിരിക്കും അല്ലേ. അപ്പോൾ 10³ എന്ന് പറയുന്നത് വർഗ്ഗമല്ല. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ദശാംശ സംഖ്യയാണ്. അപ്പോൾ ഒരു ദശാംശ സംഖ്യയുടെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ദശാംശം കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ വർഗ്ഗമായിരിക്കില്ല, ഇരട്ടസംഖ്യ ആണെങ്കിൽ മാത്രമാണ് വർഗ്ഗമായിരിക്കുള്ളൂ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദശാംശ സംഖ്യകളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദശാംശം കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകൾ ആ സ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ ആണെങ്കിൽ മാത്രമാണ് വർഗ്ഗമാവുന്നത്. ഒറ്റസംഖ്യ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും വർഗ്ഗമായിരിക്കില്ല. ഇവിടെ എന്താണ്, 0.016 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമേ ഉള്ളൂ അല്ലേ. 3 സ്ഥാനം വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, വർഗ്ഗമായിരിക്കില്ല. അപ്പോൾ 4 സ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് വർഗ്ഗമായിരിക്കും. 6 സ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് വർഗ്ഗമായിരിക്കും അല്ലേ. 7 സ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് വർഗ്ഗമായിരിക്കും ഇല്ല. 10 സ്ഥാനം വന്നു കഴിഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 10 സ്ഥാനം വരുന്നുണ്ടെങ്കിൽ അത് വർഗ്ഗമായിരിക്കും അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്നത് 3 സ്ക്വയറാണ് അല്ലേ. 9 വർഗ്ഗമാണെന്ന് അറിയാം, അല്ലെങ്കിൽ 3 സ്ക്വയർ. പവറിൽ ഇരട്ടസംഖ്യയാണ് വന്നത്. പിന്നെന്താണ്, 10 സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 10ൻ്റെ പവറിൽ ഇരട്ടസംഖ്യയാണ് വന്നത്. സോ നമുക്ക് എന്താണ്, അത് വർഗ്ഗമാണ്. പിന്നെ ഇൻറ്റു 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് നമ്മുടെ ആൻസറാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 36 വർഗ്ഗമാണെന്ന് നമുക്കറിയാം അല്ലേ. 6ൻ്റെ സ്ക്വയറാണ് 36. പവർ ഇരട്ടസംഖ്യ വന്നു. ഇനി 10ൻ്റെ പവറിൽ 5 ആണ് തന്നിരിക്കുന്നത്. 10ൻ്റെ പവറിൽ ഈവൺ സംഖ്യ അഥവാ ഇരട്ടസംഖ്യ വന്നാൽ മാത്രമേ അത് വർഗ്ഗമാവുള്ളൂ അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 16, 24, 32 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 16, 24, 32 ഇവയുടെ LCM അഥവാ അപ്പോൾ ലസാഗു നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ആദ്യം ഫാക്ടറൈസ് ചെയ്യാം അല്ലേ. ഇതിൽ ഒറ്റയടിക്ക് നമുക്ക് 8 പോകുന്നറിയാം. 2 വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ 8 പോകുമെന്നുള്ളത് അറിയാം. സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 8 2 തവണ പോകും. 24 8 എത്ര തവണ പോകും? 3 തവണ പോകും. 3 24. 32 8 4 തവണ പോകും. ഇനി ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് എന്താണ്, 2 ആണ് അല്ലേ. 2 2 ഒരു തവണ, 3 പോവില്ല, അതേപോലെ എടുത്ത് എഴുതി. നെക്സ്റ്റ് 4 2 തവണ. ഇനി ഒന്നിലും കോമൺ ആയിട്ട് പോവില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8 × 2 × 3 × 2 എന്ന് കിട്ടും. 2 16 × 3 6. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 6 36, ബാക്കി 3 6 6 6 3 9 96 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 96 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. 20നും 30നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം. 20നും 30നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം. 20 കഴിഞ്ഞാൽ 21 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണോ? അല്ല. 21ന് നമുക്ക് 7 × 3 7 3 21 എഴുതാം. സോ അത് അഭാജ്യ സംഖ്യയല്ല. 22 ആണോ? അല്ല. 22ന് നമുക്ക് 11 × 2 എന്ന് എഴുതാം അല്ലേ. 23 ആണോ? ആണ്. 23 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ. അതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പ്രത്യേകിച്ച് ഫാക്ടറൊന്നുമില്ല. സോ അത് അഭാജ്യ സംഖ്യയാണ്. ഇനി 24ന് നമുക്ക് പറ്റില്ല. അതിനെ ഫാക്ടർ ചെയ്യാൻ 2 കൊണ്ട് ഫാക്ടർ ചെയ്യാം. 25 പറ്റില്ല, കാരണം 5 × 5 ആണ് 25 അല്ലേ. ഇനി നെക്സ്റ്റ് വരണത് 26 പറ്റില്ല. 2 കൊണ്ട്
ഡിവൈഡ് ചെയ്യാം. 27 പറ്റില്ല, 9 3 27 28 പറ്റില്ല, 2 കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. 29 വരും അല്ലേ, 29. 29 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 20നും 30നും ഇടയിലുള്ള 2 അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ആണെന്ന് കിട്ടി. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൂട്ട് ഓഫ് 28,900 28,900ൻ്റെ റൂട്ടാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് നമുക്ക് എങ്ങനെ കാണാം? വലിയൊരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഇങ്ങനെ എടുത്ത് എഴുതാം. 289 ഇൻറ്റു ഈ 2 0 അല്ലേ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്, ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ഇതിനെങ്ങനെ എഴുതാം? 289 ഇൻറ്റു റൂട്ട് 100 അല്ലേ. അതായത് റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 100ൻ്റെ നമുക്ക് 10 നമുക്കറിയാം അല്ലേ. റൂട്ട് 289 എന്ന് പറയുന്നത് 17 അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 വരുമോ? ഇല്ല, കാരണം ഇവിടെ 9 ആണ്. 259 എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 9 ഇവിടെ 16 ആയതുകൊണ്ട് സ്ക്വയർ എടുക്കുമ്പോൾ 6 × 6 36. അപ്പോൾ ലാസ്റ്റ് 6 വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി അങ്ങ് നമുക്ക് കളയാം. 8 വരുമോ? 8 വരില്ല, കാരണം 8 × 8 എന്ന് പറയുമ്പോൾ 864. ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 4 വരുന്നത്. ഇവിടെ 9 വന്നതുകൊണ്ട് ഇനി ഇവിടെ 17ഉം 3 മാത്രമേ ഉള്ളൂ. 3 × 3 9 എന്ന് വരും. 7 × 7 49 9 എന്ന് വരും. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ 130 അഥവാ ഈ 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണെന്ന് നമുക്ക് അറിയാം അല്ലേ. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പഠിച്ച് വയ്ക്കുക. ഒരു 20 വരെയുള്ള വർഗ്ഗമെങ്കിലും നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. സോ 17 × 10 എന്ന് കിട്ടും. 17 × 10 എന്ന് പറയുന്നത് 170. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ അടുത്ത സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 1 2 5 26 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സംഖ്യ നമുക്ക് കണ്ടെത്തണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, 1 കഴിഞ്ഞിട്ട് 2 എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. 1ൻ്റെ സ്ക്വയർ എടുക്കുന്നു, പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 1 1 2 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 2 എങ്ങനെ 5 ആയി നോക്കാം. 2ൻ്റെ സ്ക്വയർ എടുക്കുന്നു, പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 4 3 5 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ 5ൻ്റെ സ്ക്വയർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. 5ൻ്റെ സ്ക്വയർ പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 5 × 5 25ഉം 1ഉം 26 അല്ലേ. അപ്പോൾ 2 5 6 നമുക്ക് കിട്ടി. ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? ഇതേപോലെ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണ്. 26ൻ്റെ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. 26ൻ്റെ സ്ക്വയർ നമുക്ക് കാണാം. 26 × 26 6 6 36, ബാക്കി 3, 6 2 12 3 15, 6 2 12, ബാക്കി 1 2 4 1 5, 6 7 5 3 6, 676 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 676 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 677. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഹരണം എന്നാൽ മൈനസും പ്ലസ് എന്നാൽ ഹരണമെന്നും ഇൻറ്റു എന്നാൽ പ്ലസ് എന്നും മൈനസ് എന്നാൽ ഇൻറ്റു എന്നും ആണെങ്കിൽ 15 + 3 ഹരിക്കണം 7 ഇൻറ്റു 3 - 4 ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ബോഡ് മാസ് എന്ന് പറയുന്ന റൂള് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലേ. ബോഡ് മാസ് എന്ന് പറഞ്ഞ റൂള് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 പ്ലസ്സിന് പകരം എന്താണ് കൊടുക്കുന്നത്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഹരണം ആണ് തന്നിരിക്കുന്നത്, ഡിവിഷൻ. 3 ഹരണത്തിന് പകരം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഹരണം എന്നാൽ മൈനസ് ആണ് തന്നിരിക്കുന്നത്. 7 ഇൻറ്റുവിന് പകരം തന്നിരിക്കുന്നത് പ്ലസ് ആണ്. 3 മൈനസിന് പകരം നമുക്ക് തന്നിരിക്കുന്നത് ഇൻറ്റു ആണ് അല്ലേ.
4 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വില നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ഡിവിഷൻ കിടക്കുന്നത്. സോ 15 ഹരിക്കണം 3 എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. 5 15 5 ആണ്. 5 - 7 + 3 × 4. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 × 4. അപ്പോൾ 5 - 7 + 3 × 4 4 3 12 ആണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് 5-ൽ നിന്നും 7 മൈനസ് ചെയ്യുമ്പോൾ -2 + 2 12 ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് ചെയ്യുമ്പോൾ -2 + 12 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഗായത്രിയുടെ റാങ്ക് മുകളിൽ നിന്ന് 8-ഉം താഴെ നിന്ന് 18-ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗായത്രിയുടെ റാങ്ക് മുകളിൽ നിന്ന് 8 തന്നിട്ടുണ്ട്, താഴെ നിന്ന് 18 തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്നുമില്ല, ഈ 8-ഉം 18-ഉം ആകെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 8-ഉം 18-ഉം ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്താൽ മതി. 8-ഉം 18-ഉം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 18-ഉം 8-ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26 മൈനസ് 1 ഇസ് ഈക്വൽ ടു 26-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. 25 ആണ് ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. അപ്പോൾ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിട്ടുപോയ സംഖ്യ നമുക്ക് കാണണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ പാറ്റേണും വെച്ചിട്ട് നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. 1 എങ്ങനെ ചെയ്യും? ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ്, അതായത് ഈ സെഡ് എന്ന് പറയുന്ന പാറ്റേണിലാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ സംഖ്യകൾ നോക്കിയാൽ മതി. അപ്പോൾ 1 എങ്ങനെ 5 ആയി, 5 എങ്ങനെ 13 ആയി, 13 എങ്ങനെ 29 ആയി, 29 എങ്ങനെ 61 ആയി, ദെൻ 125 ആയി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പോകുമ്പോൾ, സെഡ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ സംഖ്യകളും കിട്ടുന്നത്, ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അതിൻ്റെ ഇരട്ടി എടുക്കുകയാണ്. 1 + 1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ 5 കിട്ടി. അതായത് 1 3 അതിൻ്റെ ഇരട്ടി എടുക്കുകയാണ്, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടിയത്. നെക്സ്റ്റ് 5 എങ്ങനെ 13 ആയി നോക്കാം. 5ൻ്റെ ഇരട്ടി 5 × 2 പ്ലസ് 3 ആഡ് ചെയ്യുമ്പോൾ അത് 2 10 3 13 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 13-ൽ നിന്നും 29 എങ്ങനെയായി നോക്കാം. 13 × 2 ഇരട്ടി എടുക്കുന്നു, 3 ആഡ് ചെയ്യുന്നു. 13 × 2 26 3 29. നെക്സ്റ്റ് 29ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ പ്ലസ് 3 ഉണ്ട് ഇസ് ഈക്വൽ ടു 29 × 2 എന്ന് പറയുന്നത് 9 × 2 18, ബാക്കി 1, 2 4 1 5, 58 3 എന്ന് പറയുന്നത് 61. നെക്സ്റ്റ് 61 × 2 + 3 നമുക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ടു 122 + 3 ഇസ് ഈക്വൽ ടു 125 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 125ൻ്റെ ഇരട്ടി കണ്ടാൽ മതി. പ്ലസ് 3 ആഡ് ചെയ്യുന്നു. 125ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 250 + 3 253 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ശ്രേണി പൂർണ്ണമാക്കുക. N5V K7T H10R E14P. നെക്സ്റ്റ് ടൈം നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ടേംസ് നമ്മൾ എടുക്കുകയാണ്. N K H E. എന്നിൻ്റെ വില നമുക്ക് 14 ആണെന്ന് അറിയാം. Kൻ്റെ 11 ആണ്, Hൻ്റെ 8 ആണ്, Eൻ്റെ 5 ആണ്. 14-ൽ നിന്നും 11 എങ്ങനെയായി? 14-ൽ നിന്നും 3 മൈനസ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. അതേപോലെ തന്നെ 11-ൽ നിന്നും 8 ആയത് എങ്ങനെയാണ്? -3.
അല്ലേ? 8-ൽ നിന്നും 5 എങ്ങനെയായി? 8-ൽ നിന്നും 3 കുറച്ചപ്പോഴാണ് 5 കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 5-ൽ നിന്നും 3 മൈനസ് ചെയ്യും. 5-ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സംഖ്യകളാണ് തന്നിരിക്കുന്നത്. 5 7 മാറി, 7 10 മാറി, 10 14 മാറി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? 5-ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്. 7-ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. 10-ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 14 കിട്ടി. 14-ൻ്റെ കൂടെ നെക്സ്റ്റ് എന്തായിരിക്കും? 2 3 4 എന്നാണ് 1 വെച്ചിട്ട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് 14-ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 14 5 19. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് ഇവിടെ നിന്ന് കിട്ടി. എന്നാലും നമുക്ക് നെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടേംസ് എന്ന് പറയുന്നത് വി ടി ആർ പി. വിക്ക് 22 ആണെന്നറിയാം, ടിക്ക് 20 ആണെന്നറിയാം, ആറിന് 18 പിക്ക് 16. അപ്പോൾ 22 എങ്ങനെയാണ് 20 ആയത്? 22-ൽ നിന്നും 2 മൈനസ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് 20-ൽ നിന്നും എങ്ങനെയാണ് 18 ആയത്? 2 മൈനസ് ചെയ്തു. 18-ൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോൾ 16 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 16-ൽ നിന്നും 2 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 14 എന്ന് കിട്ടുന്നു. 14-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? 14-ന് കറസ്പോണ്ടിങ് ആയിട്ട് N ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, A is equal to 2, B is equal to 3, C is equal to 4 എന്നിങ്ങനെ ആയാൽ 6, 25, 2, 14 സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? എൻ്റെ ഒറിജിനൽ വില എത്രയാണ്? എൻ്റെ ഒറിജിനൽ വില നമുക്ക് അറിയാം 1 ആണ്. പക്ഷേ ഇവിടെ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1-ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. ബി എന്ന് പറയുന്നതിൻ്റെ വില നമുക്ക് ശരിക്കും അറിയാം. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ ഇവിടെ 3 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് 1 ആഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സി ആണ്. സിൻ്റെ വില നമുക്ക് 3 ആണെന്നറിയാം. പക്ഷേ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 4 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6, 25, 2, 14 സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആൽഫബറ്റിൽ നിന്നും സംഖ്യയിലോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നേരെ തിരിച്ച് സംഖ്യയിൽ നിന്ന് ആൽഫബറ്റിലോട്ട് പോകണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സംഖ്യയിൽ നിന്ന് ആൽഫബറ്റിലോട്ട് പോകാനായിട്ട് സംഖ്യ ഇവിടെ 1 കൂട്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റിലോട്ട് തിരിച്ചു പോകാനായിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് കിട്ടും. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? 6-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? ഇ ആണ് അല്ലേ? 25 എന്ന് നമുക്ക് നെക്സ്റ്റ് തന്നിട്ടുണ്ട്. 25-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൽഫബറ്റ് എന്താണ്? 24 ആണ്. 24-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? എക്സ് ആണ്. നെക്സ്റ്റ് 2 ആണ് തന്നിരിക്കുന്നത്. 2-ൽ നിന്ന് 1 കുറയ്ക്കുന്നു. 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എ ആണ്. അത് കഴിഞ്ഞിട്ട് 14 ആണ്. 14-ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 13 കിട്ടും. 13-ന് കറസ്പോണ്ടിങ് ആയിട്ട് എം ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് EXAM, എക്സാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ഗ്രേപ്സിനെ 45, 93, 71 എന്ന് എഴുതാമെങ്കിൽ സ്പെയറിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രേപ്സിന് എഴുതിയിരിക്കുന്നത് ഗ്രേപ്സിനെ 4, 5, 9, 3, 7, 1 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് സ്പെയറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വില കൊടുത്തിരിക്കുന്നത് 1 ആണ്. 1 എടുത്ത് എഴുതി. നെക്സ്റ്റ് പി ആണ്. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ്? 3 ആണ്. 3 എടുത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് എ ആണ്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9 ആണ്. 9 എടുത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് 6 ആണ്. 6-ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ്. നെക്സ്റ്റ് ഇ ആണ്. ഇ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് 7 ആണ്. 1, 3, 9, 5, 7 എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ശ്രേണിയിലെ ഒറ്റയാൻ ഏത്? 1/2, 1, 3, 12, 60, 300, 2520. ഇതിലെ ഒറ്റയാനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണാം? അപ്പോൾ അതിന് തന്നെ ഇതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ,
1/2 ആണ് അത് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോ സംഖ്യകളുടെ റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഓരോ സംഖ്യകൾ വന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എങ്ങനെ ഒന്നായി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 3 കിട്ടിയത്. അടുത്ത ടേം എന്ന് പറയുന്നത് 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി. അടുത്ത ടേം എന്ന് പറയുന്നത്, അപ്പോൾ നോക്കൂ, ഇവിടെ 2 കൊണ്ട് ആദ്യം 2 കൊണ്ട് ചെയ്തു, പിന്നെ 3 കൊണ്ട് ചെയ്തു, പിന്നെ 4 കൊണ്ട് ചെയ്തു, പിന്നെ 5 കൊണ്ട് ചെയ്തു. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 6. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 2, 3, 4, 5 അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 60നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 360 എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്തത് നോക്കൂ, 360നെ 6 കഴിഞ്ഞ് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 6, 7, 42, 7, 3, 21, 4, 25, 2520. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് 360 ആണ് കിട്ടേണ്ടത്, പക്ഷേ ഇവിടെ നമുക്ക് 300 കിട്ടിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ സംഖ്യകളും നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? 360ന് പകരം 300 ആണ് ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 441 462 ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. 841 എന്ന് പറയുന്നത് എക്സ് ആയാൽ എക്സിൻ്റെ വിലയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 441 എന്ന് പറയുന്നത് 462 ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തതെന്ന് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. 441 നമുക്കറിയാം 462 റിലേറ്റ് ചെയ്യണം. അപ്പോൾ 462 ആവാനായിട്ട് എത്ര ആഡ് ചെയ്യണം? 441ൻ്റെ കൂടെ 21 ആഡ് ചെയ്യാം. 21 ആഡ് ചെയ്യുമ്പോൾ 2, 6, 4, 462 കിട്ടി. അതായത് 441ൻ്റെ കൂടെ 21 ആഡ് ചെയ്തപ്പോഴാണ് 462 കിട്ടിയത്. ഈ 21 441 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? റൂട്ട് ഓഫ് 441 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 21. അതായത് 21ൻ്റെ സ്ക്വയറാണ് 441. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 441ഉം അതിൻ്റെ റൂട്ടും കൂടിയിട്ട് ആഡ് ചെയ്തപ്പോഴാണ് 462 നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്തതിൽ നമുക്കിത് അപ്ലൈ ചെയ്യാമല്ലോ. 841 പ്ലസ് 841ൻ്റെ റൂട്ട് എടുക്കുന്നു. 841ൻ്റെ റൂട്ട് എടുക്കുന്നു. അതെന്ന് പറയുന്നതായിരിക്കുമല്ലോ ഈ എക്സ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. 841 പ്ലസ് 841ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 29 ആണ്. രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 9ഉം 1ഉം 10, ബാക്കി 1, 4, 2, 6, 1, 7, 8, 870 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 6 സുഹൃത്തുക്കൾ ഒരു വൃത്തത്തിന് ചുറ്റും മധ്യത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പ്രകാശിനും പങ്കജിനും ഇടയ്ക്കാണ് ദീപ. മുകേഷിനും ലളിതയ്ക്കും ഇടയ്ക്കാണ് പ്രീതി. പ്രകാശും മുകേഷും എതിർ ദിശയിലാണെങ്കിൽ പ്രീതിയുടെ എതിർവശത്ത് ആരാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്രകാശ്, പങ്കജ്, ദീപ, ലളിത. അപ്പോൾ 6 സുഹൃത്തുക്കളാണ്. ഒരു വൃത്തമുണ്ട് 6 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ 6 സുഹൃത്തുക്കളെ നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെ വരച്ചു. പ്രകാശിനും പങ്കജിനും ഇടയ്ക്കാണ് ദീപ എന്ന് തന്നിട്ടുണ്ട്. മുകേഷിനും ലളിതയ്ക്കും ഇടയ്ക്ക് പ്രീതി ഇരിക്കുന്നുണ്ട്. പ്രകാശും മുകേഷും എതിർ ദിശയിലാണ് എങ്കിൽ പ്രീതിയുടെ എതിർവശത്ത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ഷുവറായിട്ടുള്ള കണ്ടീഷൻ എടുക്കുകയാണ്. പ്രകാശും മുകേഷും എതിർ ദിശയിലാണെന്ന് തന്നിട്ടുണ്ട്. പ്രകാശും മുകേഷും എതിർ ദിശയിലാണ്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വരച്ചു. പ്രകാശും മുകേഷും എതിർ ദിശയിലാണ്. പ്രകാശ്, മുകേഷ് ഇവർ രണ്ടും എതിർ ദിശയിലെടുത്തു. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇത് എതിർ ദിശയായിട്ട് എടുത്തു. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പ്രകാശിനും പങ്കജിനും ഇടയ്ക്ക് ദീപ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. മുകേഷിനും ലളിതയ്ക്കിടയ്ക്ക് പ്രീതി ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രകാശിനും പങ്കജിനും ഇടയ്ക്ക് ദീപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം. എവിടെ എഴുതിയാലും റൈറ്റ് ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രകാശിനും പങ്കജിനും ഇടയ്ക്ക് ദീപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകാശ് നമ്മൾ എടുത്തു അല്ലേ? അപ്പോൾ പങ്കജ് എവിടെയായിരിക്കും?
പങ്കജ് എന്ന് പറയുന്നത് ഇത് നമ്മളെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ദീപ. അപ്പോൾ ദീപ ഇവിടെ ആയിരിക്കും അല്ലേ, രണ്ടുപേരുടെയും ഇടയിലായിരിക്കും ദീപ. നെക്സ്റ്റ് മുകേഷിനും ലളിതയ്ക്കും ഇടയ്ക്ക് പ്രീതി തന്നിട്ടുണ്ട്. മുകേഷിനും ലളിതയ്ക്കും ഇടയ്ക്ക് പ്രീതി എന്ന് പറഞ്ഞാൽ മുകേഷ് ഇവിടെയുണ്ട്. അപ്പോൾ ലളിത ഇവിടെ ആയിരിക്കും, പ്രീതി ഇവിടെ ആയിരിക്കും അല്ലേ, പ്രീതി ഇവിടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രീതിയുടെ എതിർവശത്ത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീതി ഇതാണെങ്കിൽ പ്രീതിയുടെ എതിർവശത്ത് വരുന്നത് ദീപയാണ് അല്ലേ, ദീപയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് മുൻപ് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്